ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എല്ലാം ചോദിക്കപ്പെടും. നിന്റെ കണ്ണ്, കാത്, ഹൃദയം എല്ലാം നീ ശ്രദ്ധിച്ചോളണം. അള്ളാഹനെ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ചിടത്തേക്ക് നിന്റെ കണ്ണുകൾ പായരുത്, നിന്റെ കാതുകൾ കൊടുക്കരുത്, നിന്റെ ഹൃദയത്തിൽ ചീത്ത വിചാരവികാരങ്ങൾക്ക് ഇടം നൽകരുത്, ചീത്തയായ സദസ്സുകളിലേക്ക് നീ നടന്നെടുക്കരുത്, ചീത്തയായ മേഖലകളിലേക്ക് നീ അടുത്തുപോകരുത്, റബ്ബ് നിശ്ചയിച്ച അതിർത്തികൾ ലംഘിക്കരുത്. അങ്ങനെ നീ റബ്ബിനെ സൂക്ഷിച്ചു ജീവിച്ചാൽ റബ്ബിന്റെ കാവൽ നിനക്ക് ലഭ്യമാകും. അതല്ലേ പ്രത്യേകം ആ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യദ്മൻ ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെയും ആരെങ്കിലും സൂക്ഷിച്ചു ജീവിക്കാമെന്ന് എന്നോട് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് മുഖേന അദ്മൻ ലഹുൽ ജന്ന, സ്വർഗ്ഗത്തിന് ഞാൻ അവനും ജാമ്യം നിൽക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രംഗത്തുമുള്ള സൂക്ഷ്മത, കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, നാവുകൊണ്ട് അനുവദിക്കപ്പെടാത്തത് പറയാതെ, അശ്ലീലം സംസാരിക്കാതെ, ഗീബത്തുകളിൽ ഏർപ്പെടാതെ, പരദൂഷണങ്ങളിൽ ഏർപ്പെടാതെ, മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാതെ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ, കണ്ണു കൊടുക്കാതെ, അതുപോലെ തന്നെ ഹറാമായ രൂപത്തിൽ സമ്പാദിക്കാതെ, ഹറാമിലേക്ക് ധനം ചെലവഴിക്കാതെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹന്നാസ്, വിശ്വാസികളെ, കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബാ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഹലാലും ത്വയ്യിബുമായത് ഭക്ഷിക്കണേ. ഹലാലായതേ ഭക്ഷിക്കാവൂ. ഭക്ഷിക്കുന്നത് ഹലാലായിരിക്കണം. അഥവാ എനിക്കത് കിട്ടിയത് ഞാൻ കഴിക്കൽ എനിക്ക് അനുവദനീയമാണോ? ത്വയ്യിബായിരിക്കണം. ഖബീസ് ഒഴിവാക്കണം. എല്ലാ അർത്ഥത്തിലും എന്ന് മഹാനായ റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോ അല്ലാഹ് ഏതെല്ലാം മേഖലകളിൽ നമ്മോട് അവന്റെ അതിർത്തികൾ ലംഘിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കലാണ് അവർക്ക് മാത്രമാണ് സ്വർഗം ലഭ്യമാവുക എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, എവിടെയായിരുന്നാലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതൊരു വല്ലാത്തൊരു വാക്കാണ് സഹോദരങ്ങളെ. ആ ഒരൊറ്റ പദം എത്ര സമയം നമ്മൾ നെഞ്ചിലേറ്റണം എന്ന് ആലോചിക്കൂ. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്തേ അങ്ങനെ പറയാൻ? നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്ക്. ജുമുഅക്ക് വന്ന് ഖുത്ബ കേൾക്കുമ്പോൾ, ഖുത്ബ പറയുമ്പോൾ ഒരു തഖ്വ, പള്ളിയിൽ നിസ്കാരത്തിന് എത്തുമ്പോൾ ഒരു സൂക്ഷ്മത, പള്ളി വിട്ടാൽ മറ്റൊരു ജീവിതം, വീട്ടിലെത്തിയാൽ വേറൊരു ജീവിതം, വീട്ടിൽ തന്നെയും കുടുംബ മെമ്പർമാർക്കിടയിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് തന്റെ സ്വകാര്യതയുടെ നിമിഷങ്ങളിലാകുമ്പോൾ മറ്റൊരു ജീവിതം, അതുപോലെ തന്നെ ഓഫീസിലെത്തിയാൽ അവിടെയുള്ള മറ്റു തൊഴിലാളികൾക്കിടയിൽ ജീവിക്കുമ്പോൾ മറ്റൊരു ജീവിതം, സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന മാർക്കറ്റിൽ നിൽക്കുന്ന അവസരത്തിൽ മറ്റൊരു ജീവിതം, കച്ചവടക്കാരനും ബിസിനസ്സുകാരനുമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ജീവിതം, യാത്രയിലായിരിക്കെ, ഫ്ലൈറ്റിലോ കാറിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കെ മറ്റൊരു ജീവിതം, യാത്ര ചെയ്ത് വിദേശത്തെത്തി ആരുമില്ലാത്തൊരു കേന്ദ്രത്തിൽ പരിചിതരല്ലാത്ത ഒരാൾക്കൂട്ടത്തിനിടയിൽ നീ പെട്ടുപോകുമ്പോ മറ്റൊരു ജീവിതം. ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങളാ സഹോദരങ്ങളെ നമുക്കുണ്ടായിത്തീരാറുള്ളത്. ഇതുകൊണ്ടാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിനക്കൊറ്റ ജീവിതമേ ഉണ്ടാകാവൂ, ഒറ്റ ജീവിതമേ ഉണ്ടാകാവൂ. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോളണം. എവിടെയാണെങ്കിലും നിന്നെ ആളുകൾ കാണട്ടെ, കാണാതിരിക്കട്ടെ, നിന്റെ ബാപ്പയും ഉമ്മയും കുടുംബവും നിന്നെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കാതിരിക്കട്ടെ, നീ നിന്റെ നാട്ടുകാർക്കും പരിചയക്കാർക്കും ഇടയിലാവട്ടെ, അപരിചിതർക്കിടയിൽ പ്രവാസ ലോകത്താവട്ടെ, എവിടെയാണെങ്കിലും അല്ലാഹ് എപ്പോഴും ഒരുവൻ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, റബ്ബ് നിങ്ങളുടെ മേൽ എപ്പോഴും നിരീക്ഷകനായിട്ടുണ്ട്. ആ ബോധത്തോടെ റബ്ബിന്റെ നിയമാവലികളെ കാത്തു സൂക്ഷിക്കണം എന്നാണ്. എല്ലാ രംഗത്തും ആ സൂക്ഷ്മത വേണം. ആ കൃത്യമായ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ കാവൽ അവൻ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ സൂക്ഷിക്കുന്നവർക്കാണ്. അതുകൊണ്ട് അള്ളാന്റെ കാവൽ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും മുകളിലും താഴെയും ഒക്കെ നമുക്ക് കിട്ടണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട്. അതിന് അള്ളാഹ് നിശ്ചയിച്ച മാർഗത്തെയും നമ്മൾ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയിൽ നമുക്ക് കേൾക്കാം. അവിടുന്ന് പ്രാർത്ഥിച്ചു,
اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. അല്ലാഹുവേ, നീ എനിക്ക് കാവല് തരണേ, എന്റെ മുന്നിൽ നിന്ന്, എന്റെ പിന്നിൽ നിന്ന്, വലതുവശത്തിൽ നിന്ന്, ഇടതുവശത്തിൽ നിന്ന്, മുകളിൽ നിന്നും. വഅഊദു ബിഅളമതിക, നിന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. അന്നുഗ്താല മിൻ തഹ്തി, എന്റെ താഴ്ഭാഗത്ത് നിന്ന് ഞാൻ ദ്രോഹിക്കപ്പെടുന്നതിൽ നിന്നും. എല്ലാ അർത്ഥത്തിലുമുള്ള ഹിഫ്ള് കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് നമ്മൾ ചോദിച്ചു. അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അതിനാ പ്രാർത്ഥനക്ക് നമുക്ക് ആ പ്രാർത്ഥന ഫലവത്തായി തീരണമെങ്കിൽ അള്ള പറഞ്ഞ ഉപാധി പാലിക്കണ്ടേ സഹോദരങ്ങളെ? അള്ളാന്റെ കാവല് തരാമെന്നാ അള്ള പറയുന്നത്. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ രംഗത്തും നിനക്ക് കാവല് തരാം. നീ ഒരിക്കലും കുഴങ്ങില്ല, നിനക്കെന്റെ കാവലുണ്ടാകും. നിനക്ക് നിന്റെ കൺമുമ്പിൽ എന്നെ കണ്ടെത്താനാകും. അതിനൊക്കെയും അള്ള പറയുന്നത് യഹ്ഫളില്ലാഹ്, അള്ള നിശ്ചയിച്ച നിയമങ്ങളെ നീ പാലിച്ചോ. നമ്മളൊക്കെ സ്വന്തത്തോട് ചോദിക്കണം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എന്തേ എനിക്ക് ഇങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ എന്തോ തകരാറുണ്ട്, എവിടെയോ പ്രശ്നങ്ങളുണ്ട്, എവിടെയോ ഞാൻ ലംഘിക്കുന്നുണ്ട്, എവിടെയോ ഞാൻ അതിർത്തി വിട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാ പലപ്പോഴും എനിക്ക് കാവല് കിട്ടാതെ പോകുന്നത് എന്ന് സ്വന്തത്തെ കുറ്റപ്പെടുത്തണം. സ്വന്തത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മനസ്സ് നൊമ്പരപ്പെടണം. അപ്പോഴാണ് ഈ ഇനാബത്തിയിലുള്ള അള്ള പറഞ്ഞ അവ്വാബ് എന്ന് പറയുന്ന അവനിലേക്ക് ധാരാളം ഖേദിച്ചു മടങ്ങുന്ന ഒരു പാപിയാണല്ലോ ഞാനെന്ന ബോധമുണ്ടായിട്ട് റബ്ബിലേക്ക് അങ്ങനെ ധാരാളമായി അവ്വാബാകാൻ കഴിയുന്നത് എപ്പോഴാണ്? ഹഫീലാകുമ്പോ. ഹഫീലും ഹാഫിലും വ്യത്യാസമുണ്ട്. ഹഫീൽ ധാരാളമായി അള്ളാന്റെ കൽപ്പനകളും നിയമങ്ങളും ഒക്കെ അവൻ പാലിച്ചുകൊണ്ട് ജീവിക്കും. നല്ല സൂക്ഷ്മതയുള്ളവൻ, നന്നായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവൻ, അവർക്കാണ് അള്ളാന്റെ കാവലുണ്ടാകുന്നത്, അവർക്കാണ് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ നമ്മെ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം, ബന്ധപ്പെട്ടവരെ പഠിപ്പിക്കണം. അപ്പോഴേ മക്കളെ, കുടുംബമേ, സമൂഹമേ, ജനങ്ങളെ, റബ്ബിന്റെ കാവൽ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ റബ്ബ് സ്നേഹിക്കുമെന്നല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൃത്യമായ അറിയിപ്പായിക്കൊണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചത്? എന്റെ അടിമ എന്നിലേക്ക് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം വേറെയില്ല. അങ്ങനെ അവൻ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, സുന്നത്തുകൾ അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവന്റെ കണ്ണും കാതും കയ്യും കാലും ഒക്കെ പിന്നെ ഞാനായിത്തീരും എന്ന് പറഞ്ഞാൽ അവന്റെ സർവ്വവയവങ്ങൾക്കും റബ്ബിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പിന്നെ ആ കണ്ണ് അള്ളാഹ്ക്ക് വെറുപ്പുള്ളതിലേക്ക് നോക്കൂല, അള്ളാന്റെ കാവല് കിട്ടും. ആ കാതുകൊണ്ട് പിന്നെ അള്ള വെറുപ്പുള്ളത് കേൾക്കൂല, റബ്ബിന്റെ കാവല് കിട്ടും. ആ കൈ പിന്നെ ഹറാം സ്പർശിക്കൂല, റബ്ബിന്റെ കാവല് കിട്ടും. ആ കാലുകൾ പിന്നെ നിഷിദ്ധമായ സദസ്സിലേക്കോ കേന്ദ്രങ്ങളിലേക്കോ ചലിക്കില്ല, റബ്ബിന്റെ കാവല് കിട്ടും. എല്ലാ അർത്ഥത്തിലും റബ്ബിന്റെ കാവല് കിട്ടും. എപ്പോൾ? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ കൃത്യമായി എന്താണ് അള്ളാഹു നിശ്ചയിച്ച ഹുദൂദുകൾ, ആ ഹുദൂദുകൾ പാലിക്കുന്ന ഹാഫിളൂന ലിഹുദൂദില്ലാഹ് എന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച അല്ലാഹു പറയുന്നത്. ഇതിന് മുന്നോടിയായി കുറെ സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തായിബൂൻ അൽആബിദൂൻ എന്നൊക്കെ പറഞ്ഞ ആയത്തിന്റെ അവസാന ഭാഗത്താ പറയുന്നത് സൂറത്തു തൗബയിൽ വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കൂ. ആ മുഅ്മിനീങ്ങളിൽ പെടാൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമാകണമെങ്കിൽ അല്ലാഹു പറഞ്ഞ ഈ ഉപാധി നമ്മൾ പാലിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്.